നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീ സംബന്ധമായ കേസുകളിലും അഴിമതി കേസുകളിലും CPM വളരെയധികം വെട്ടിലായിരിക്കുകയാണ്, പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിനിടയിലാണ് LDFനും G സുധാകരൻ പണി കൊടുത്തിരിക്കുന്നത്. 60 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള G സുധാകരൻ CPMനെയും പിണറായി വിജയനെയും MV ഗോവിന്ദനെയും ഒക്കെ അവരെ വലത് കാലുകൊണ്ട് തൊഴിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അതായത് CPM പ്രസ്ഥാനത്തെ തൊഴിച്ച് അദ്ദേഹം പടിയിറങ്ങിയിരിക്കുകയാണ്. ഇനി അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ യുദ്ധമുറകൾ തുടങ്ങുകയാണ്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ G സുധാകരൻ UDF പിന്തുണയിൽ സ്ഥാനാർത്ഥിയാകും. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. നിയമസഭയിലേക്ക് സുധാകരൻ അമ്പലപ്പുഴ MLA ആയി വിജയിച്ചു വരുമ്പോൾ CPMകാർ എന്ത് ചെയ്യും എന്നതാണ് ചോദ്യം. എന്തായാലും ഇനി വലിയൊരു രാഷ്ട്രീയ കളി തന്നെയാണ് വരാനിരിക്കുന്നത്. സകലമാന സഖാക്കളെയും ആക്ഷേപിച്ച് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ എല്ലാവരും കള്ളന്മാരും കൊള്ളക്കാരുമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് G സുധാകരൻ. എന്നിട്ടാണ് അദ്ദേഹം പടിയിറങ്ങിയിരിക്കുന്നത്. VS അച്യുതാനന്ദനെയും KR ഗൗരിയമ്മയും വെട്ടിനിർത്തിയ ആലപ്പുഴയിൽ പിണറായി വിജയനെതിരെ പൂഴിക്കടകൻ പ്രയോഗം നടത്തിയ ശേഷമാണ് G സുധാകരൻ ആഞ്ഞടിച്ചു പുറത്തു പോകുന്നത്. KR ഗൗരിയമ്മയെ പോലെ പാർട്ടി ഉണ്ടാകാതെ സ്വതന്ത്രനായിട്ടാണ് സുധാകരൻ മത്സര രംഗത്തിറങ്ങുന്നത്. അമ്പലപ്പുഴയിൽ G സുധാകരൻ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചാൽ CPMന് ഇതിൽ പരം നാണക്കേട് സംഭവിക്കാനില്ല. പിണറായി വിജയന്റെ പാർട്ടി സ്വേച്ഛാധിപത്യത്തിന്റെ അവസാനത്തെ ഇരയാണ് പാർട്ടി വിടാനുറച്ച G സുധാകരൻ എന്നതടക്കമുള്ള വിമർശനം ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം സഹിച്ച ശേഷമാണ് സുധാകരൻ ഗതികേട് കൊണ്ട് പാർട്ടി വിടുന്നത്. തന്റെ അച്ഛനു വരെ വിളിച്ചവരാണ് ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ നേതാക്കളെന്നും ആട്ടും തുപ്പും കൊള്ളാൻ തന്നെ കിട്ടില്ലെന്നും G സുധാകരൻ പറയുന്നു. MA ബേബിയും സുജാതയും ഉൾപ്പെടെ നിരവധി നേതാക്കൾ സുധാകരന്റെ വീട്ടിലെത്തി കാലു പിടിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. KR ഗൗരിയമ്മയെയും തോമസ് ഐസക്കിനെയും സുരേഷ് കുറുപ്പിനെയും ഒക്കെ വെട്ടിനിർത്തിയ അതേ മാതൃകയിൽ G സുധാകരനെ തരിപ്പണമാക്കിയിരിക്കുകയാണ്. CPMൽ പിണറായി ഉയർത്തുന്ന സ്റ്റാലിനിസത്തിനെതിരെ സുധാകരൻ തുറന്നടിച്ചതു മുതൽ പിണറായിക്ക് സുധാകരനോട് കടുത്ത പകയായിരുന്നു. അതിപ്രഗത്ഭനും അഴിമതി ഇല്ലാത്തവനുമായ മന്ത്രി എന്ന് പേരെടുത്ത G സുധാകരനെ 2021 തിരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ സീറ്റ് നിഷേധിച്ചു. ഇത്തവണ സീറ്റ് നൽകില്ലെന്ന് ഉറപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് അടിച്ചു താഴ്ത്തി അപമാനിപ്പിച്ചപ്പോഴും സുധാകരൻ സഹിക്കുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സുധാകരനെ പാർട്ടി അവഗണിച്ചു. പാർട്ടിയിലെ പുകയുന്ന കൊള്ളിയായി ആട്ടും തുപ്പുമേറ്റ് കഴിഞ്ഞ സുധാകരൻ അവസാനം പാർട്ടി വിട്ടു പോവുകയാണ്. CPMന് വേണ്ടി ഒരു പാർട്ടി മർദ്ദനങ്ങളും കഷ്ടപ്പാടുകളും സുധാകരൻ സഹിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിന് നേതൃത്വം കൊടുത്തത് G സുധാകരനാണ്. ആലപ്പുഴയിൽ KR ഗൗരിയമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് CPM കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ് G സുധാകരൻ എന്ന നേതാവിനെ. ഹൃദയം പൊട്ടിയാണ് G സുധാകരൻ CPM പ്രസ്ഥാനത്തോട് വിട പറയുന്നതെന്ന് അദ്ദേഹം കഴിഞ്ഞയാഴ്ച കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജില്ലാ സെക്രട്ടറി R നാസറിനും തനിക്കെതിരെ നടത്തിയ അധിക്ഷേപവും വിമർശനവും സുധാകരന് സഹിക്കാനായില്ല. ഫേസ്ബുക്ക് പോസ്റ്റിലെ ഓരോ വാക്കും അവഗണിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സഖാവിന്റെ വേദനയാണ് പുറത്തു കൊണ്ടുവരുന്നത്. 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തില്ല. അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവായി. ആലപ്പുഴ DCയുടെ കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ്. വീണു പരിക്കേറ്റ ശേഷം ഒരു ബ്രാഞ്ചിനൊഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. 43 വർഷത്തെ സംസ്ഥാന കമ്മിറ്റി അംഗത്വത്തിന് ശേഷം ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി അന്വേഷിച്ചില്ല, പരാതിയില്ല. 63 വർഷക്കാലത്തെ പാർട്ടി അംഗത്വ ചരിത്രമുള്ള തനിക്ക് പൊതുപരിപാടികളൊന്നും ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം തൻ്റെ വീടിനടുത്തുള്ള EMS ഹാൾ വെച്ച് നടത്തിയപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആദ്യകാലത്ത് അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിൽ പരിക്കേറ്റ തനിക്ക് യാതൊരു പരിഗണന ക്ഷണക്കത്ത് പോലും നൽകിയില്ല. തൻ്റെ അച്ഛനെ വരെ ആക്ഷേപിച്ച് ഒരു LC മെമ്പർ പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗത്തിൻ്റെ ഉറ്റ ശിഷ്യനാണ്. ഇതെല്ലാം നേരിട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായി ഇവിടെ താൻ പാർട്ടിയിൽ തുടരുകയാണ്. ഒരു പ്രലോഭനത്തിന് കീഴടങ്ങിയില്ല. അപ്പോഴാണ് പാർട്ടി സെക്രട്ടറി അടുത്ത് സംസാരിക്കാൻ ചെന്ന തോട്ടപ്പള്ളിക്കാരനായ ഒരു സഖാവിനോട് ശരിയല്ലാത്ത തരത്തിൽ ജില്ലാ നേതൃത്വത്തിൽപ്പെട്ടയാൾ സംസാരിച്ചതായി അറിഞ്ഞത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി താനൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്നർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തു. അത് കേട്ട് പത്രക്കാരെല്ലാം പൊട്ടിച്ചിരിക്കുന്നതും കണ്ടു. ഇതൊന്നും ചോദിക്കാനോ തിരുത്താനോ ആരും തയ്യാറായിട്ടില്ല. കൂടുതൽ സംഭവങ്ങൾ വിവരിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടർന്ന് മേൽപ്പറഞ്ഞ നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഈ മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് സ്വമനസാലെ മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുകയാണ്. കേരളത്തിലെ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി പദവിയിലിരുന്ന ഒരു വ്യക്തിയുടെ സങ്കട വാക്കുകളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ വ്യക്തമാകുന്നത്. അതിലുപരി ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച് ഒരുപാട് നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സഖാവിൻ്റെ തിക്ത അനുഭവങ്ങളാണ് ഈ പോസ്റ്റിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ആലപ്പുഴ താമരക്കുളം പഞ്ചായത്തിൽ നല്ലവീട്ടിൽ P ഗോപാലകുറുപ്പിൻ്റെയും L പങ്കജാക്ഷിയുടെയും 5 മക്കളിൽ രണ്ടാമനാണ് G സുധാകരൻ. പന്തളം NSS കോളേജിൽ പഠിക്കുമ്പോൾ KSUക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട SFI നേതാവ് G ഭുവനേശ്വരൻ
ഇദ്ദേഹത്തിന്റെ അനുജനായിരുന്നു. 1967 പഠനകാലത്ത് തന്നെ ജി സുധാകരൻ CPM അംഗമായി. കേരള സ്റ്റുഡൻസ് ഫെഡറേഷന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായിരുന്നു ഇദ്ദേഹം. 1971 SFIയുടെ ആദ്യ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കായംകുളത്ത് നിന്ന് 1996 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2006 അമ്പലപ്പുഴയിൽ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് വിദ്യാർത്ഥികളുടെ ജാഥ നയിച്ച അദ്ദേഹം പോലീസ് മർദ്ദനവും അറസ്റ്റും ഏറ്റുവാങ്ങി. തിരുവനന്തപുരം സബ് ജയിലിലും സെൻട്രൽ ജയിലിലുമായി 3 മാസം ജയിൽവാസവും ഏറ്റുവാങ്ങി. ആക്ഷേപച്ചിരിയും അപമാനവാക്കും പറഞ്ഞ MV ഗോവിന്ദൻ ഇത്തരത്തിൽ സ്വജീവിതത്തിൽ സകല ചരിത്രമൊന്നും പറയാനില്ല. CITU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ട്രഷറർ, പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ സുധാകരൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 1984 മുതൽ 95 വരെ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. 5 തവണ കേരള സർവകലാശാലയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1993 മുതൽ 94 വരെ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.